ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം. ഈ 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചതായ സ്വർഗീയമായ ദർശനങ്ങളെക്കുറിച്ചും വെളിപാടുകളെക്കുറിച്ചുമാണ് അദ്ദേഹം ആദ്യം ഇവിടെ പറയുന്നത്. കാരണം അനേകം കള്ളപ്രവാചകന്മാരെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതായ സാഹചര്യത്തിൽ തനിക്ക് ലഭിച്ചതായ ദർശനം അവരോട് പറയുവാൻ താൻ നിർബന്ധിതനായിട്ട് തീരുകയാണ്. അവരെക്കാൾ കൂടുതലുള്ള ആത്മീയമായ അനുഭവങ്ങൾ പൗലോസ്ലീഹ പറയുന്നു. അത് സ്വയം പ്രശംസയ്ക്ക് വേണ്ടി പറയുന്നതല്ല, എന്നാൽ കർത്താവിൽ നിന്ന് ലഭിച്ചതായ ദാനങ്ങളെ മറച്ചു വയ്ക്കാൻ പാടില്ല. അങ്ങനെ മറച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളൊക്കെ പറയാതിരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു നിവൃത്തിയുമില്ല. 2-ാം വാക്യത്തിൽ പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ ഈ സ്ലീഹ തന്നെയാണ്. 14 ഈ ലേഖനം എഴുതുന്നതിന് 14 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചതായ ദർശനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 3-ാം സ്വർഗത്തോളം, ഒരു മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടെയോ അല്ലയോ എന്നറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ആത്മാവിൽ വിവശനായ ഒരവസ്ഥ. 3-ാം സ്വർഗം എന്ന് പറയുന്നത് പരമമായൊരു ഭാഗ്യാവസ്ഥയാണ്. ആ ഭാഗ്യാവസ്ഥ, ആ സ്വർഗമെന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ 4-ാം വാക്യത്തിൽ പറയുന്ന പറുദീസ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അത് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പറുദീസ എന്ന് പറയുന്നത് അനുഗ്രഹീതരായ വിശ്വാസികളുടെ മരണാനന്തര അവസ്ഥാസ്ഥാനമാണ്. നമ്മുടെ വിശ്വാസികളൊക്കെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ പറുദീസയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:45 അനുദപിച്ച, അല്ലെങ്കിൽ തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട അനുദപിച്ച കള്ളനോട് കർത്താവ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. വെളിപാട് പുസ്തകം 2:7 ഈ പറുദീസയിലെ ജീവവൃക്ഷത്തെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ പാപം ചെയ്തതിന് മുൻപുണ്ടായിരുന്ന ഏദൻ എന്ന അവസ്ഥയാണ് ഈ പറുദീസ എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ടായ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന് അവർണ്ണനീയമായ വചനങ്ങളും ശബ്ദങ്ങളൊക്കെയാണ് അദ്ദേഹം അവിടെ വെച്ച് കേട്ടത്. അപ്പോൾ അത്രമാത്രം അതിശക്തമായ വെളിപാടുകൾ അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷമാണ് പിന്നെ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യം ഇവിടെയല്ല, ഭവനം ഇവിടെയല്ല, പൗരത്വം ഇവിടെയല്ല. ഇവിടെ നിന്ന് വ്യത്യസ്തമായൊരു രാജ്യത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചും ഒക്കെ പൗലോസ്ലീഹയ്ക്ക് പിന്നെ പറയാൻ സാധിച്ചത് ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം. ആ അനുഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ലോകത്തിലുള്ള ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല. ഇതേ അനുഭവം സഭാചരിത്രത്തിൽ അനേക സഭാപിതാക്കന്മാർക്ക് പിൽക്കാലത്തിൽ ഉണ്ടായിട്ടുള്ളതായി അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പൗലോസ്ലീഹായ്ക്ക് വ്യക്തിപരമായി ലഭിച്ചതായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആ ദർശനത്തെക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ആ ദർശനങ്ങളും ആ അനുഗ്രഹങ്ങളും ലഭിച്ച തനിക്ക് 7-ാം വാക്യത്തിൽ പറയുന്നത് ജഡത്തിൽ തന്നെ ഇരിക്കുന്നതായ ഒരു മുള്ളിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ശാരീരികവും മാനസികവുമായ പ്രതികൂലമായ അവസ്ഥയാണ്. ആ മുള്ള എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു അദ്ദേഹത്തിന് കാഴ്ചക്കുറവ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. വേറെ ചില ആളുകൾ പറയുന്നു അൾസർ എന്ന രോഗം അദ്ദേഹത്തെ കഠിനമായി ബാധിച്ചത് കാരണം നിരന്തരമായ ഫാസ്റ്റിങ്, ഉപവാസം. പിന്നെ വേറെ ചില വ്യാഖ്യാനങ്ങളുണ്ട്. ശാരീരിക അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുണ്ടായതായ ആ പീഡനങ്ങൾ
അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ മുള്ള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇത് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിന് അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരവസ്ഥയാണ് അത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയായിരുന്നു. പക്ഷേ അതിന് എന്തിനാണ് ദൈവം ആ മുള്ള് അല്ലെങ്കിൽ ആ വേദന തനിക്ക് തന്നിരിക്കുന്നതെന്ന് ശ്രീഹ ഇവിടെ പറയുന്നു. അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്: ദർശനങ്ങളുടെ ആധിക്യവും പ്രവർത്തനങ്ങളുടെ വിജയവും മുഖാന്തരം ഞാൻ നിഗളിച്ച് സ്വയം പുകഴാതിരിക്കാനാണ് ദൈവം എനിക്ക് അത് നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ മനുഷ്യൻ ആത്മീയമായ അഹന്തയിലേക്ക് പോകാൻ സാധ്യതയുണ്ടാവാം. കാരണം അതുപോലുള്ള ദർശനങ്ങളും അതുപോലെയുള്ളതായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യാൽ എന്തോരം വീരപ്രവൃത്തികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം തന്ന ഒരു ശൂലമായി അദ്ദേഹം ആ മുള്ളിനെ അവിടെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, അത് മാറാൻ ഞാൻ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ കർത്താവും ഗെത്സമനായിൽ ആ മുള്ളു മാറുവാൻ 3 പ്രാവശ്യമാണ് കർത്താവും പ്രാർത്ഥിച്ചതെന്ന് ഓർക്കുക. എന്നാൽ ആ മുള്ളു മാറുകയല്ല ചെയ്യുന്നത്. പൗലോസ്ലീഹായുടെയും ആ മുള്ള അവിടുന്ന് മാറ്റിക്കൊടുക്കുന്നില്ല. അപ്പം നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനയുടെ ഉത്തരം 3 രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേസ് എന്ന മറുപടി നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കർമ്മേൽ പർവ്വതത്തിൽ ഏലിയ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന. 1 രാജാക്കന്മാർ 18-19 അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ബാലിൻ്റെ പുരോഹിതന്മാരുടെ ആ മുമ്പിൽ വെച്ച് ഏലിയ നടത്തിയ പ്രാർത്ഥന. ഉടൻ തന്നെ അഗ്നി ഇറങ്ങി അവിടെ അത്ഭുതം നടന്നു. എന്നാൽ രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്, നോ എന്ന മറുപടിയാണ്. അതാണ് ശ്രീഹായുടെ പ്രാർത്ഥന. അപ്പോൾ ഈ പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി അതാണ്. മൂന്നാമതൊന്നുണ്ട്, വെയിറ്റ് എന്നാണ് അതിനുള്ള ആ മറുപടി. അതായത് നീതിമാനായ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥന, അവർ ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ടി വരുന്നു. ഉടനെ ലഭിക്കുന്നില്ല. ഇല്ല എന്നുള്ള മറുപടിയില്ല, പ്രത്യാശയുണ്ട്. പിന്നീട് അവർക്കത് ലഭിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ഫലം നമുക്ക് ലഭിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്ന ചോദിക്കുന്നത് നമ്മളല്ല, നൽകുന്ന ദൈവമാണ്. ഇവിടെ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം മറ്റൊരു ശക്തിയാണ് ദൈവം പൗലോസ്ലീഹായ്ക്ക് ഇവിടെ നൽകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കൃപ മതി നിനക്ക്. മൈ ഗ്രേസ് ഈസ് ഇനഫ് ഫോർ ദീ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുവാൻ പ്രധാനമായി 2 പദങ്ങളാണുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ കരുണ, 2 ദൈവത്തിൻ്റെ കൃപയാണ്. കരുണ ആവശ്യങ്ങളുടെ ലഭ്യതയാണ്, അനുകൂല സാഹചര്യങ്ങളാണ്, മനസ്സാഗ്രഹിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടക്കുന്നതാവാം. പക്ഷേ കൃപ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വലിയ ശക്തിയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ലഭിച്ചത്, കരുണയല്ല ലഭിച്ചത്. കരുണ ലഭിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു ദുഃഖവും പിന്നെ അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ അമ്മയ്ക്ക് തരണം ചെയ്യേണ്ടി വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിച്ചത് മാലാഖ പറഞ്ഞ വചനമാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കരുണയെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളാണ്. എന്നാൽ കൃപയെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അതാണ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയ അവസ്ഥയാണ്. ആ മറുപടിയാണ് പൗലോസ്ലീഹായ്ക്ക് ഇവിടെ ലഭിച്ചത്. അദ്ദേഹം പ്രാർത്ഥിക്കാത്ത വ്യക്തിയല്ല, പ്രവർത്തിക്കാത്ത വ്യക്തിയുമല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ അതിനെ കാണുവാനും വിലയിരുത്തുവാനും നമുക്കും സാധിക്കേണ്ടതാണ്. അതിന് പൗലോസ്ലീഹ ഇതിൽ പറയുന്ന ഉത്തരം ഇതാണല്ലോ, എന്നെ ശക്തിപ്പെടുത്തുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും പ്രാപ്തനാണ്.
9, 10 വാക്യങ്ങൾ പ്രതികൂലങ്ങളിൽ യഥാർത്ഥ ക്രൈസ്തവൻ അവൻ ഉള്ള പ്രശംസിക്കും, അവൻ സന്തോഷിക്കും. കാരണം ദുർബലനായിരിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ബലവാനാകുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മൾ പലപ്പോഴും ദുർബലത നമ്മളെ വളരെ നിരാശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പൗലോസ്ലീഹ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ എത്രമാത്രം ബലഹീനനായിരിക്കുന്നുവോ അത്രമാത്രം ഞാൻ ബലവാനാകും, കാരണം ദൈവത്തിൻ്റെ കൃപ എന്നോടൊപ്പം ഉണ്ട്. അതാണ് പ്രാർത്ഥനയിലൂടെ വേദപുസ്തക വായനയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കേണ്ടത്. ഈ വലിയ കൃപയാണ്. അപ്പോൾ അത് ദൈവം എന്നെ ബലവാനാക്കും. ഇനിയും 14 മുതൽ അതിൻ്റെ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അത് സഭാ ഭരണകർത്താക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയല്ല, നിങ്ങളെയാണ് എനിക്കാവശ്യം, നിങ്ങളുടെ ഹൃദയമാണ് എനിക്കാവശ്യം, നിങ്ങളുടെ സ്നേഹമാണ് എനിക്കാവശ്യം. കാരണം നിങ്ങൾ എൻ്റെ ആത്മീയ മക്കളാണ്. എന്നിട്ട് ലോകപ്രകാരമുള്ളൊരു ഉദാഹരണം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. മക്കൾ പിതാക്കന്മാർക്ക് വേണ്ടിയല്ല, പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിച്ചു വയ്ക്കുന്നത്. പിതാക്കന്മാരെ കരുതണമെന്നുള്ളത് അത് മറ്റൊരു വശം. എന്നാൽ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയാണ് കരുതുന്നത്. അപ്പം അദ്ദേഹം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, അല്ല നിങ്ങളുടെ എന്തെങ്കിലും പ്രതിഫലം എനിക്ക് ലഭിക്കാൻ വേണ്ടിയല്ല. എപ്പോഴും ഭരണാധിപന്മാരായ ആളുകളെ ഓർക്കേണ്ട ഒരു കാര്യം, ഭരിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും ഒരു ഭാരമാകാൻ പാടില്ല. 15 വാക്യവും നോക്കുക. നിങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവ് ചെയ്യും. ഇതാണ് പൗലോസ്ലീഹായുടെ ആ വലിയ ഒരു മനോഭാവം. എന്നിട്ട് 16, 17, 18 വാക്യങ്ങൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ അയച്ച തീമോത്തിയോസോ തീത്തോസോ നിങ്ങളെ കബളിപ്പിച്ച ഒരു ഉദാഹരണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം സങ്കടത്തോടെ അവരോട് ചോദിക്കുന്നുണ്ട്. അത്ര നിസ്വാർത്ഥമായിട്ടാണ് അവർ പ്രവർത്തിച്ചതെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അഗണ്യതയാണ് എപ്പോഴും ഇവർക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പലപ്പോഴും ശുശ്രൂഷ രംഗങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവമാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 19 വാക്യത്തിൽ ഭരണകർത്താക്കൾ മാതൃകയാക്കേണ്ട മറ്റൊരു കാര്യം പറയുന്നു. ദൈവം മുൻപാകെ മശീഹായിൽ മാത്രമായിരിക്കണം നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് ദൈവികമായ ശക്തിയും കർത്താവിൻ്റെ അനുമതിയും അനുഗ്രഹവും അത് മുഖാന്തരം ആത്മീയമായ വർധനവും നമുക്കുണ്ടാവും. 20 വാക്യത്തിൽ ശ്ലീഹായുടെ വളരെ ഹൃദയഭേദകമായ ഒരു വേദന കാണാം. പിതൃപുത്ര ബന്ധത്തിലാണോ, പരസ്പര സംശയത്തിലും വിദ്വേഷത്തിലുമാണോ നാം ഇനിയും കണ്ടുമുട്ടേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ക്രൈസ്തവ സമൂഹങ്ങളിൽ കാണപ്പെടാൻ പാടില്ലാത്ത 8 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നതാണ് 20 വാക്യം. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. ഇതൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങളിൽ കാണാൻ ഇനിയും കാരണമാകുമോ? അതിനെക്കുറിച്ചുള്ള ഭാരമാണ് അദ്ദേഹം. വാസ്തവത്തിൽ ഇന്ന് സഭയിലെ ഈ പറഞ്ഞ 8 കാര്യങ്ങളും ശക്തിയോടുകൂടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റമാണ് നമ്മുടെ ആരാധനയിലൂടെ അല്ലെങ്കിൽ വേദപുസ്തക വായനയിലൂടെ ഒക്കെ നമ്മിൽ ഉണ്ടാവേണ്ടത്. അതുകൂടാതെ 21 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഭോഗാസക്തി അല്ലെങ്കിൽ വ്യഭിചാരം എന്നിവയിൽ ഉൾപ്പെട്ട് പാപം ചെയ്തിട്ട് അനുദപിക്കാതെ കഴിയുന്ന അനേക ആളുകളെ കണ്ടിട്ട് ഞാൻ കരയേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുകയാണ്.
ഇപ്പോഴും വാസ്തവത്തിൽ പരിശുദ്ധ സഭയിൽ നമ്മൾ അംഗങ്ങളാണെങ്കിലും പൗലോസ്ലീഹ പറഞ്ഞ ഈ പാപ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ അത് നിലനിർത്തിക്കൊണ്ട് ആരാധന നടത്തുന്നതിലോ ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ചുരുക്കത്തിൽ പൗലോസ്ലീഹായ 12-ാം അധ്യായം ആദ്യ ഭാഗത്ത് തനിക്കുണ്ടായ സ്വർഗീയമായ വലിയ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ ദർശനത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും അത്രമാത്രം ദൈവകൃപ എനിക്ക് ലഭിച്ചപ്പോഴും മറുവശത്ത് വലിയൊരു മുള്ള ദൈവം എനിക്ക് തന്നു. അത് അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പ്രതികൂലതകളാണ്. അതെന്തിനെന്ന് അദ്ദേഹം അതിന് ആശ്വാസം കണ്ടെത്തുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. ആ മുള്ള് സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആ സഭയ്ക്ക് വേണ്ടി എഴുതുകയും പഠിക്കുകയും അല്ലെങ്കിൽ യാത്ര ചെയ്യുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത്. ഇനി അവിടെ വരുമ്പോൾ അവസാനം പറഞ്ഞ ആ 8 പാപസ്വഭാവം നിങ്ങൾ കാണുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് കാരണം ഈ ഭൂമി ഒരു പോരാട്ടമാണ്. അതാണല്ലോ ഇത് ചർച്ച് മിൽട്ടൺ പോരാട്ട സഭയെന്ന് ഭൂമിയിലെ സഭയെക്കുറിച്ച് പിതാക്കന്മാർ പറയാൻ കാരണം. സത്യവും അസത്യവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ, അങ്ങനെ ഒരുപാട് വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളായിരിക്കുന്നു. അതിനെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചതുപോലെയുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസ്ഥനിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ധ്യാനങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.